ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് പുതുപുത്തൻ വീടാണ്. അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടത്തരം വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ്. 2060 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത്. ഈ വീടിന് എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റാണ്. എല്ലാവരും ദയവായി ലൈക്ക് അടിക്കാൻ ശ്രദ്ധിക്കുക. മുറ്റത്തൊക്കെ ഒരു 3-4 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുറ്റത്ത് തന്നെ ഒരു വറ്റാത്തൊരു കിണറുണ്ട്. അത് നല്ല മോഡലിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോൾ ഒരു 300ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ യാതൊരു ബ്രോക്കർ കമ്മീഷനോ മറ്റു ചിലവുകളോ ഇല്ലാതെ വീടിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ പറ്റും. അത്യാവശ്യം നല്ല അടിപൊളി വീടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫിനിഷ് ചെയ്ത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തൊരു വീടാണിത്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പിലാണ് ലിവിങ് ഏരിയയൊക്കെ. ആര് വന്ന് കണ്ടാലും നമുക്കൊരു കുറ്റമെന്ന് പറഞ്ഞ സംഭവം പറയില്ല. അത്രയും നല്ല രീതിക്കാണ് ലിവിങ് ഏരിയയൊക്കെ ഫിനിഷ് ചെയ്തേക്കണം. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ നേരെയായിട്ട് നിങ്ങൾക്കൊരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ അതേപോലെ തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ടാണ് നിങ്ങളുടെ വാഷ് കൗണ്ടറൊക്കെ വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കിച്ചണാണിത്. കണ്ട ബ്ലാക്ക് ഗ്രേ കളറും വൈറ്റൊക്കെ കൂടി ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കിച്ചൺ കബോർഡും സ്ലാബൊക്കെ സെറ്റ് ചെയ്തേക്കണം. നല്ല ഒരു ലുക്ക് കിച്ചൺ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ് ഈ വീടിനുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഫ്ലോറാണെങ്കിൽ വുഡൻ ഫിനിഷാണ് ചെയ്തേക്കണം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞെങ്കിൽ വീടിൻ്റെ ആ ഒരു സൈഡ് തന്നെയാണ് കാണണം. ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല സ്ഥലം ഉണ്ടല്ലോ, ഞാനത് കാണിച്ചു തരാം. വീടിൻ്റെ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാം. ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കണം. നല്ല രീതിയിൽ നിന്നൊക്കെ ഒതുങ്ങി മാറിയിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കണം. അത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് മാത്രം വെച്ചാൽ മതി. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലാസ് മാത്രം വെക്കേണ്ട ഒരു ഇതുള്ളൂ. അതിപ്പോൾ കസ്റ്റമർ ഇഷ്ടത്തിന് ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങി വെക്കാവുന്നതാണ്. കണ്ട ഈ ഹാളിൽ തന്നെ ഒരു ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് TV സ്പേസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ താഴത്തെ നിലയില ഒരു ബെഡ്റൂമാണിത്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിലും കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ളൊരു കബോർഡാണ് റൂമിനൊക്കെ കൊടുത്തേക്കണം. അത്രയും നല്ല സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതിൻ്റെ റൂമിനൊന്നും സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. എന്നാലും റൂമൊക്കെ നല്ല ഭംഗിയുള്ള റൂമുകളാണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമൊക്കെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. നല്ല വലിപ്പത്തിലുള്ള ബാത്റൂമാണല്ലോ അതിൻ്റെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമും അതേപോലെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ, എന്നാലും ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കാരണം നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം നല്ല ബ്രാൻഡാണ്. ഈ റൂമിൻ്റെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇതിനും കൊടുത്തേക്കണം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ ബാത്റൂമാണത്.
ബാത്റൂം എല്ലാനും ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതിനുള്ളത്. നല്ല മോഡേൺ ആയിട്ടുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമിന് എല്ലാത്തിനും. പിന്നെ ഫ്ലോർ ടൈലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും വലിപ്പമുള്ളതാണ്. അപ്പോൾ അഴുക്ക് പിടിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ സെറ്റപ്പൊക്കെ ഒന്ന് പോയി കാണാം. ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചാണ്. ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തേക്കണം. ഇവിടുന്ന് സ്റ്റെയർ കേസിൻ്റെ അങ്ങാടി വെട്ടം കിട്ടാൻ വേണ്ടി ഒരു നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടി ഒരു പർഗോളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് മുകളിലത്തെ ഹാള്. ഇതിൻ്റെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവും. ഇതാണ് ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ഉണ്ടോ. ഈ വീട്ടിലോട്ട് വരണ വഴിയാണ് കാണുന്നത്. അത് ഇൻ്റർലോക്ക് ചെയ്യാൻ കിടക്കണേണത്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് അത് റെഡി ആയിക്കുന്ന വലിയ വണ്ടി എല്ലാവരും കയറുന്ന വഴിയുണ്ട്. നല്ല വീതിയുള്ള വഴിയാണ്. ആ റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് അറ്റാച്ച്ഡ് അല്ല റൂം. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കും. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല കാറ്റ് നല്ല കൂളിംഗ് ആയിരിക്കുള്ളൂ. ഇതാണ് കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേസിലാണ് സെറ്റ് ചെയ്തേക്കണം. ആ ഒരു ബെഡ്റൂമിന് ബാത്റൂം സെറ്റ് ചെയ്തേക്കണം. അതിൻ്റെ ബാത്റൂം ഇങ്ങോട്ട് കോമൺ ആക്കി കളഞ്ഞത്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആ താഴത്തതിൻ്റെ സെയിം തന്നെയാണ് മുകളിലോട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിന് കബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഇത് ഏറ്റുമാനൂർ കാണക്കാരിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് 7.5 സെൻറ്റ് സ്ഥലത്ത് 2060 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത്. ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറുടെ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യാൻ തരാം. ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ഒന്നും പറയാനില്ല. നല്ല നാച്ചുറലായിട്ടും നല്ല മരങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കുള്ളൂ. അത്യാവശ്യം ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു വീടാണ്. ഇതിൻ്റെ ബാക്കിലെ ഓപ്പൺ ടെറസാണത്. ഇതും നല്ല സെറ്റ് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉപയോഗിക്കുക. തുണിയൊക്കെ ഇവിടെ തന്നെ ഉണക്കാനൊക്കെ ഇടാം. അങ്ങനെ ഉള്ള സൗകര്യങ്ങളുണ്ടാവും. അതിനുള്ള കറണ്ടും പൈപ്പ് കണക്ഷൻ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാനും എല്ലാവരും അലക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അത്രയും നല്ല സെറ്റപ്പ് ഒരു ഇതാണ്. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം വിവിധ ഓപ്പൺ ഏരിയ. ടൈലൊക്കെ വിരിച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടേക്കണേണ്. കണ്ടോ, ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെ നമുക്ക് ഇത്തിരി കാറ്റ് കൊണ്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല നൈസായിട്ടുള്ളൊരു സ്പേസാണിത്. കിണറ്റിലെ വെള്ളം കണ്ടോ, നിറച്ച് വെള്ളമാണ്. 365 ദിവസവും ശുദ്ധജലം കിട്ടുന്ന കിണറാണിത്. ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സ്പേസാണ്. സൈഡും കാര്യങ്ങളൊക്കെ നല്ല സ്പേസാണ് ഇവിടെ. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അതിനുള്ളൊരു സ്പേസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ നടണമെങ്കിൽ ഇവിടെ നടാൻ പറ്റും. ഇവിടെ ഒരു അലക്കണ കല്ലും കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്യുന്നുണ്ടാ. ഇത്രയും ഭാഗം ഒഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാനും കാര്യങ്ങളൊക്കെ പറ്റും. അത്യാവശ്യം 2 വാഴയും കുറച്ച് പച്ചക്കറിയൊക്കെ വെക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി 3 സൈഡും ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ചെയ്തല്ല അടിപൊളിയാക്കിയിട്ടേക്കാണ്. നല്ല സ്പേസാണ് ഇവിടെ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് നേരിട്ട് കച്ചവടം നടത്താൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ വേറെ മറ്റുള്ള ചിലവുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് വീടിൻ്റെ ഓണറോട് കച്ചവടം നടത്താൻ പറ്റും.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നല്ലൊരു ലൊക്കേഷൻ, നല്ല ക്വയറ്റ് ഏരിയയാണ്, ഒരു ശല്യവുമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ വീടുകളുണ്ട്, ഫ്രണ്ടിലുണ്ട്, നല്ലൊരു പറമ്പാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു വീടൊക്കെ ഏറ്റുമാനൂർ സൈഡിൽ വേറെ പുതുപുത്തൻ വീടൊന്നും കിട്ടാനെന്നത് എനിക്കറിയില്ല. അത്രയും നല്ലൊരു വീടാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.